മലപ്പുറം തിരൂരങ്ങാടിയിൽ കാർ ആക്രമിച്ച് കൊള്ള നടത്തിയ പ്രതിയുടെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കണ്ടെടുത്തു. ഫവാസിന്റെ വീട്ടിലെ പട്ടിക്കൂട്ടിനുള്ളിൽ നിന്നാണ് പോലീസ് പണം കണ്ടെത്തിയത്. 2 കോടി രൂപ കൊള്ളയടിക്കാൻ കൊട്ടേഷൻ സംഘത്തെ പറഞ്ഞയച്ചത് പണം കൊടുത്തയച്ച് ഷാജഹാൻ തന്നെയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. UAE-യിലുള്ള ഷാജഹാനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടികൾ തുടരുകയാണ്. 12 ലക്ഷം രൂപ പോലീസ് ഇതിനകം കണ്ടെടുത്തിട്ടുണ്ട്. കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് തട്ടിയെടുത്തത് 2 കോടി രൂപയാണ്. കൊട്ടേഷൻ നൽകിയതാകട്ടെ പണം കൊടുത്തയച്ചയാൾ തന്നെ. റിമാൻഡിലായിരുന്ന കൊട്ടേഷൻ സംഘാംഗങ്ങളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് ഫവാസിന്റെ വീട്ടിൽ നിന്ന് പോലീസ് 5 ലക്ഷം രൂപ കണ്ടെത്തിയത്. ഫവാസിന്റെ വീട്ടിലെ പട്ടിക്കൂട്ടിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. ഒന്ന് നടത്തുന്നേ 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 5 ലക്ഷം. കൊട്ടേഷൻ സംഘാംഗം രജീഷിന്റെ വീട്ടിൽ 2ാം തവണയും പോലീസ് പരിശോധന നടത്തി. കരീമിന്റെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും രജീഷിന്റെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. 7 ലക്ഷം രൂപയാണ് കൊട്ടേഷൻ സംഘത്തിലെ ഓരോ ആൾക്കും ഷാജഹാൻ പ്രതിഫലമായി നൽകിയത്. ഷാജഹാൻ നിലവിൽ UAE-യിലാണുള്ളത്. ഷാജഹാനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയാണ് പോലീസ്. പണം നഷ്ടപ്പെട്ട മുഹമ്മദ് ഹനീഫ ബിസിനസ് ആവശ്യാർത്ഥം തിരൂർ സ്വദേശി ഷാജഹാന് 2 കോടി രൂപ നൽകിയിരുന്നു. തിരികെ നൽകിയ പണം കൈക്കലാക്കുന്നതിന് ഷാജഹാൻ തന്നെ നടപ്പിലാക്കിയ ആസൂത്രണമാണ് കൊട്ടേഷൻ പദ്ധതി. ഓഗസ്റ്റ് 14 രാത്രി പണവുമായി എത്തിയ കാർ തടഞ്ഞു നിർത്തി അക്രമികൾ പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ നിഗമനം. തട്ടിയെടുത്ത 2 കോടി രൂപ അന്നു തന്നെ കൊട്ടേഷൻ സംഘം ഷാജഹാന് കൈമാറി. ഇനി ആ പണം കണ്ടെത്തുകയാണ് പോലീസിന്റെ പ്രധാന വെല്ലുവിളി. ശാന്തകുമാർ വള്ളൽ, ന്യൂസ് മലയാളം, മലപ്പുറം.